എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള പൊതുവായിട്ടുള്ള ഫലസിദ്ധികളാണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് വളരെ ഊർജ്ജസ്വലമായിട്ടായിരുന്നു കാണുന്നത്. മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും കാണുന്നുണ്ട്. സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ചെലവുകൾ നിയന്ത്രിക്കണം എന്നാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ അനുയോജ്യമായ സമയമാണ്. ജോലിസ്ഥലത്ത് അംഗീകാരം ലഭിക്കുകയും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ സാധിക്കുന്നതാണെന്നും കൂടാതെ മനസ്സിന് സന്തോഷവും സമാധാനവും ശാന്തിയും വന്നു ചേരുമെന്നും ഈ ആഴ്ച ഫലം കാണുന്നുണ്ട്. അടുത്തതായിട്ട് യാത്രാഗുണമുള്ള ആഴ്ചയാണ്. പുതിയ വ്യക്തികളെ പരിചയപ്പെടാനും അതുവഴി ബിസിനസ്സിൽ പുരോഗതിയും പ്രതീക്ഷിക്കാം. ആരോഗ്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്നാണ് കാണുന്നത്. കർക്കിടകം രാശിക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ ആഴ്ച കാണുന്നത്. പെട്ടെന്നുള്ള ദേഷ്യം നിയന്ത്രിക്കണം, അനാവശ്യമായ പ്രശ്നങ്ങൾ ഒഴിവാക്കണം, വിദ്യാർത്ഥികൾ വളരെയധികം ശ്രദ്ധയോടുകൂടി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് കാണുന്നത്. അടുത്തതായിട്ട് ചിങ്ങക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയമാണ്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല വാർത്തകൾ ലഭിക്കുമെന്ന് കാണുന്നുണ്ട്. പ്രയാസപ്പെട്ട പല കാര്യങ്ങളും നടന്നു വരുമെന്നും പ്രിയപ്പെട്ടവരിൽ നിന്നും നമുക്ക് സർപ്രൈസ് ആയിട്ട് ചില സമ്മാനങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയും ഈ ആഴ്ച കാണുന്നുണ്ട്. അതുകൂടാതെ കന്നിക്കൂറുകാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം ജാഗ്രത പാലിക്കുക. കടം കൊടുക്കുന്നതും കടം വാങ്ങുന്നതും ജാമ്യം നിൽക്കുന്നതും ഒക്കെ ഒഴിവാക്കണമെന്നാണ് കാണുന്നത്. ശനിയാഴ്ചയോടെ കാര്യങ്ങൾ നല്ല രീതിയിൽ അനുകൂലമായിട്ട് വരുമെന്നും കാണുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് തുലാക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് പറയാൻ പോകുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കുകയും പങ്കാളിയുടെ സഹായത്തോടെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കുമെന്നും കലാരംഗത്തും കായിക രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ കൈവന്നു ചേരുമെന്നും കാണുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് പറയുന്നത്. ശത്രുക്കളുടെ നീക്കങ്ങളെ നിങ്ങൾ കരുതിയിരിക്കണം. എങ്കിലും നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹിച്ച ഫലം തന്നെ ലഭിക്കുമെന്നും കാണുന്നുണ്ട്. ഭക്ഷണക്കാര്യത്തിൽ അല്പം ശ്രദ്ധ വേണമെന്നും കാണുന്നുണ്ട്. അടുത്തതായിട്ട് ധനുക്കൂറിന്റെ ഫലമാണ് നമ്മൾ പറയുന്നത്. ഭാഗ്യമുള്ള ആഴ്ചയായിരിക്കും. പുതിയ വീട് വാങ്ങാനോ അതുപോലെ വാഹനം മാറ്റിയെടുക്കാനോ പുതിയ വാഹനം വാങ്ങാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം നല്ല സമയമാണെന്നും ഭാഗ്യ പരീക്ഷണങ്ങളിൽ നിങ്ങൾക്ക് വിജയമുണ്ടാകുമെന്നും കാണുന്നുണ്ട്. മകരക്കൂറുകാർക്ക് ജോലിഭാരം അല്പം കൂടാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിക്കുന്നത് ആശ്വാസകരമായിരിക്കുമെന്നാണ് കാണുന്നത്. അതുകൂടാതെ പഴയ സുഹൃത്തുക്കളെ കണ്ടെത്തുന്നതിനുള്ള അവസരം ലഭിക്കുമെന്നും കാണുന്നുണ്ട്. അടുത്തതായിട്ട് കുംഭക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് നമ്മൾ പറയുന്നത്. മനസ്സിന് സന്തോഷം തരുന്ന വാർത്തകൾ കേൾക്കാൻ സാധിക്കുമെന്നും വിദേശ യാത്രകൾക്ക് ശ്രമിക്കുന്നവർക്കും വിദേശത്ത് തൊഴിൽ തേടുന്നവർക്കും തടസ്സങ്ങൾ നീങ്ങി കിട്ടുമെന്നും ഈശ്വരവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നും കാണുന്നുണ്ട്. മീനൻ രാശിയുടെ ഫലം പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമെന്നും സാമ്പത്തികമായി നല്ല നിലവാരം പുലർത്തുമെന്നും കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതയുള്ളതായിട്ടും കാണുന്നുണ്ട്. 7 ഘണ്ടകാല ശനി നടക്കുന്നതിനാൽ അല്പം ശ്രദ്ധ ശാരീരികമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണമെന്നും കാണുന്നുണ്ട്. ഓരോ ആഴ്ചയും നമ്മുടെ ജീവിതത്തിൽ ഓരോ പാഠങ്ങളാണ് നമുക്ക് തരുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ പോസിറ്റീവായിട്ടുള്ള ഫലസിദ്ധികൾ നമുക്ക് വന്നു ചേരുകയും ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ സാധിക്കുകയും ചെയ്യും. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായ ഒരു ആഴ്ച ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.